തമിഴകത്തിന്റെ പ്രിയ താരമാണ് അജിത് കുമാർ. നടൻ്റെതായി പുറത്തിറങ്ങുന്ന സിനിമകൾക്കെല്ലാം തമിഴ്നാട്ടിൽ വലിയ ഓപ്പണിംഗും കളക്ഷനും ലഭിക്കാറുണ്ട്. എന്നാൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്ക് ശേഷം അജിത്തിൻ്റെതായി ഇതുവരെ സിനിമകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അജിത്തിന് പുതിയ സിനിമകൾ പ്രഖ്യാപിച്ചത് എന്ന ചർച്ച ആരാധകർക്കിടയിൽ പുരോഗമിക്കുമ്പോൾ തമിഴിലെ പ്രമുഖ ഫിനാൻസറും വിതരണക്കാരനുമായ തിരുപ്പൂർ സുബ്രഹ്മണ്യത്തിന് ഒരു പരാമർശം ശ്രദ്ധ നേടുകയാണ്. ഉയർന്ന പ്രതിഫലം കാരണമാണ് അജിത്തിൻ്റെതായി പുതിയ സിനിമകൾ ഒന്നും പുറത്തു വരാത്തതിന് കാരണം എന്നാണ് തിരുപ്പൂർ സുബ്രഹ്മണ്യം പറയുന്നത്. തമിഴ് സിനിമാ വ്യവസായത്തിൽ നിലവിൽ നിൽക്കാൻ കഴിയുന്നതും ഉയർന്ന പ്രതിഫലമാണ് അജിത് കുമാർ അവകാശപ്പെടുന്നത്. നിലവിൽ അജിത്തിന്റെ പ്രതിഫലം തമിഴ്നാട്ടിലെ നിർമ്മാതാക്കൾക്ക് താങ്ങാനാവുന്നതിലും കൂടുതൽ ആണെന്നാണ് റിപ്പോർട്ട്. നിലവിൽ റെഡ് ജയന്റ് സ്റ്റുഡിയോസ്, AGS എന്റർടൈൻമെന്റ്, സൺ പിക്ചേഴ്സ്, വൈൽഡ് എന്റർടൈനേഴ്സ് എന്നിവർ നിർമ്മിക്കുന്ന ചിത്രങ്ങളിലേക്കാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. പക്ഷേ അവർക്ക് അത്തരം വലിയ റിസ്കുകൾ എടുക്കാൻ താല്പര്യമില്ലെന്നും അവർ ലാഭവിഹിതം പങ്കുവയ്ക്കുന്ന രീതിയാണ് താല്പര്യപ്പെടുന്നതെന്ന് സുബ്രഹ്മണ്യം വ്യക്തമാക്കി. 110 മുതൽ 120 കോടി വരെയാണ് അജിത്തിന്റെ പ്രതിഫലം. ആദിക് രവിചന്ദ്രൻ ഒരുക്കുന്ന ഗുഡ് ബാഡ് അഗ്ലിയാണ് അവസാനം തിയേറ്ററിലെത്തിയ അജിത് ചിത്രം. ആഗോളതലത്തിൽ 200 കോടിക്ക് മുകളിൽ നേടിയ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. തൃഷയും പ്രിയ വാര്യരുമാണ് ചിത്രത്തിലെ നായികമാർ. പ്രഭു, അർജുൻ ദാസ്, പ്രസന്ന, സുനിൽ, ഉഷ ഉതുപ്പ്, രാഹുൽ ദേവ്, റെഡിറ്റ് കിൻസൈ, പ്രദീപ് കബ്ര തുടങ്ങിയ വലിയ താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു.